വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഫിലിം സ്റ്റഡീസിലെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിനിമ എന്ന ടോപ്പിക്കാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. സിനിമേൻ്റെ തുടക്കം എന്നുള്ളത് ലേറ്റ് 19th സെഞ്ച്വറിയിലാണ്. അതുപോലെ തന്നെ അത് ഇവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റിൽ നിന്നും പവർഫുൾ കൾച്ചറിലേക്കും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് മീഡിയത്തിലേക്കാണ്. ഈ ഒരു സിനിമേൻ്റെ ബേർത്ത് എന്നുള്ളത് ഇൻവെൻഷൻ ആൻഡ് ഏർലി എക്സ്പെരിമെൻറ്റ്സ്. സിനിമ തുടങ്ങുന്നുള്ളത് മോഷൻ പിക്ചർ ക്യാമറാസിൻ്റെ ഇൻവെൻഷനിലൂടെയാണ്. ആ ഒരു ഇൻവെൻഷൻ്റെ ഇൻവെൻറ്റേഴ്സ് ആരെന്ന് വെച്ചാൽ ഫ്രാൻസിലുള്ള ലൂമിയർ ബ്രദേഴ്സും യു എസിലുള്ള തോമസ് എഡിസനാണ് ഈ ഒരു മോഷൻ പിക്ചർ ക്യാമറാസിൻ്റെ ഇൻവെൻറ്റേഴ്സ് എന്നുള്ളത്. സിനിമ ബിഗൻ ചെയ്യുന്നുള്ളത് ഈ ഒരു മോഷൻ പിക്ചർ ക്യാമറാൻ്റെ ഇൻവെൻഷനിലൂടെയാണ് സിനിമ ബിഗൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ ആരാണ്, ഫ്രാൻസിലുള്ള ലൂമിയർ ബ്രദേഴ്സും അതുപോലെ തന്നെ യു എസിലുള്ള തോമസ് എഡിസനാണ് ഈ ഒരു മോഷൻ പിക്ചർ ക്യാമറാസിൻ്റെ ഇൻവെൻറ്റേഴ്സ് എന്നുള്ളത്. ഫിലിം ആസ് മാസ് എൻ്റർടൈൻമെൻറ്റ് 1920 എടുത്തു നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് എന്നുള്ളത് സിനിമ പ്രൊഡക്ഷൻ്റെ ഒരു ഗ്ലോബൽ സെൻറ്ററായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഷോണോസ് സ്റ്റാർസൊക്കെ ഈ ഒരു ഹോളിവുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഹോളിവുഡ്, ദ ടോക്കീസ്, ജാസ് സിംഗറിൻ്റെ റിലീസോട് കൂടിയാണ് ഈ ഒരു സിങ്ക്രനൈസ്ഡ് സൗണ്ട് ബിഗിൻ ചെയ്തതായിട്ട് മാർക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നറേറ്റീവ് ടെക്നിക്സും ആക്ടിങ് സ്റ്റൈൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഫിലിം ആസ് ആർട്ട്. ചില ഫിലിം മേക്കേഴ്സ്, ഓർസോൺ വെലസ്, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഇങ്ങനെയുള്ള സം ഫിലിം മേക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർട്ടിസ്റ്റായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബിഗൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നുള്ളത് ഓട്ടോർ തിയറിക്ക് വേണ്ടിയിട്ടാണ്. 1950 മുതൽ 1970 വരെയുള്ള സമയങ്ങളിലാണ് ഫിലിം സ്റ്റഡീസിൻ്റെ റൈസ് എന്ന് പറയുന്നുള്ളത്. ന്യൂ വേവ് ആൻഡ് ഗ്ലോബൽ സിനിമ, തേർഡ് സിനിമ എന്നുള്ളത് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് ആഫ്രിക്കൻ ഫിലിം മേക്കേഴ്സ് സിനിമനെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആസ് എ ടൂൾ ഫോർ ആൻറ്റി കൊളോണിയൽ എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ആൻറ്റി കൊളോണിയൽ എക്സ്പ്രഷനും സോഷ്യൽ ചേഞ്ചിനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് സിനിമനെ ആഫ്രിക്കൻ ഫിലിം മേക്കേഴ്സും ലാറ്റിൻ അമേരിക്കൻ ഫിലിം മേക്കേഴ്സൊക്കെ സിനിമനെ യൂസ് ചെയ്യുന്നുള്ളത്. എക്സ്പാൻഡിങ് ഹൊറിസോൺസ്. ഫിലിം സ്റ്റഡീസ് ബിഗൻ ടു കൺസിഡർ നോൺ വെസ്റ്റേൺ സിനിമ, ഫെമിനിസ്റ്റ് ഫിലിം തിയറി ആൻഡ് ഷോണർ സ്റ്റഡീസ്. ഫിലിം സ്റ്റഡീസ് ഏതൊക്കെയായിട്ടാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്, നോൺ വെസ്റ്റേൺ സിനിമ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ഫിലിം തിയറി, ഷോണർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ആൻഡ് ഡിജിറ്റൽ ഇറ എന്നുള്ളത് ഡിജിറ്റൽ റെവല്യൂഷൻ, ഷിഫ്റ്റ് ടു ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിലെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനിലെയുള്ള ഷിഫ്റ്റ് എന്നുള്ളത് പ്രൊഡക്ഷനെയും എസ്തെറ്റിക്സിനെയും അതുപോലെ തന്നെ ഓഡിയൻസ് എക്സ്പീരിയൻസിനെയും ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിനിമയിൽ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫിലിം സ്റ്റഡീസിലെ മറ്റുള്ള ടോപ്പിക്കൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് അബൌട്ട് BA English classes.